പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ യുദ്ധത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടുകയാണ്. ആണവ പദ്ധതിയുടെ പേര് പറഞ്ഞ് ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചപ്പോൾ തിരിച്ചടിക്കൊപ്പം ഇറാൻ എടുത്തുകൊണ്ടുപോയത് ഹോർമൂസ് കടലിടുക്കിന്റെ സ്വാതന്ത്ര്യത്തെ കൂടിയാണ്. അതാണ് രണ്ടാം ഘട്ടം യുദ്ധത്തിന് ആധാരവും. ഇറാന്റെ സഖ്യകക്ഷികളായ യമനിലെ ഹൂതികൾ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഭാഗമായിരുന്നില്ല. ഇറാൻ ആവശ്യപ്പെടാത്തതുകൊണ്ടാണ് അവർ രംഗത്ത് വരാത്തത് എന്ന് കരുതാം. എന്നാൽ ഇത്തവണ ബാബൽ മന്ദേബ് കടലിടുക്കിൽ അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാന്റെ തിരിച്ചടി ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ പായിച്ചാണ്. പക്ഷേ ഇത്തവണ ഇറാൻ സൗദിയെ ആക്രമിച്ചില്ല. ഇറാനുമായി സൗദി ചില രഹസ്യധാരണകളിൽ എത്തിയതുകൊണ്ടാണ് ഇറാൻ അവരെ ആക്രമണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ. അയൽ രാജ്യങ്ങളിലേക്ക് മിസൈലുകൾ പായുമ്പോൾ സൗദി ആശ്വസിക്കുകയായിരുന്നു, ഇത്തവണ ആക്രമണം നേരിടേണ്ടി വരില്ലല്ലോ എന്ന്. പക്ഷേ അവർ കൺമണി പോലെ സൂക്ഷിക്കുന്ന, സൗദിയെ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരാക്കുന്ന അരാംകോയിലേക്ക് മിസൈലുകൾ വീണു. ആക്രമിച്ചത് ഇറാനല്ല, ഇറാന്റെ സഖ്യകക്ഷികളായ ഹൂതികളാണ്. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് മടങ്ങിയ ഹൂതി നേതാക്കളെ യമനിലെ സന വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുവദിച്ചിരുന്നില്ല. യമൻ ഭരിക്കുന്ന സൗദി അനുകൂല സൈന്യം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സന വിമാനത്താവളത്തിന്റെ റൺവേ ബോംബിട്ട് തകർത്തതാണ് ഹൂതികളെ രോഷാകുലരാക്കിയത്. സൗദി ആവശ്യപ്പെട്ടിട്ടാണ് യമൻ സർക്കാർ അങ്ങനെ ചെയ്തത് എന്ന് ഹൂതികൾ വിശ്വസിക്കുന്നു. ഹോർമൂസിനെ ചൊല്ലി വീണ്ടും യുദ്ധം തുടങ്ങിയപ്പോൾ ഹൂതികൾ അത് അവസരമാക്കിയെന്ന് മാത്രം. ഇതിനിടെയാണ് ഇറാഖിലെ ഇറാൻ അനുകൂലികളായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് അഥവാ PMF സൗദിക്ക് നേരെ ആക്രമണം നടത്തിയത്. അങ്ങനെ നേരിട്ടല്ലെങ്കിലും യമനും ഇറാഖും യുദ്ധത്തിന്റെ ഭാഗമായിരിക്കുന്നു. അമേരിക്കൻ സേനയ്ക്കും സൗദിയിലെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും നേരെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയാണ് PMF പോരാളികൾ. ഇപ്പോഴിതാ അതിന് മറുപടി നൽകിയിരിക്കുന്നു സൗദിയും അമേരിക്കയും. അമേരിക്കയും സൗദി അറേബ്യയും സംയുക്തമായാണ് ഇറാഖിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയത് എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിലെ 10 അംഗങ്ങൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കിഴക്കൻ ഇറാഖിലെ ഇറാൻ അനുകൂലികളുടെ കേന്ദ്രങ്ങളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടാണ് US സൗദി സഖ്യം ആക്രമണം നടത്തിയത്. ഇത് ഇറാഖിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ഇറാഖിലെ ഇറാൻ അനുകൂല സംഘടനയായ PMF ആരോപിക്കുന്നു. ആസ്ഥാനങ്ങൾക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചതായും അവർ പറയുന്നുണ്ട്. എന്നാൽ ഇറാഖ് ഭരണകൂടം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. അമേരിക്ക സ്ഥാപിച്ച ഭരണകൂടമാണ് ഇറാഖിലേത്. റിയാദിലെയും കിഴക്കൻ മേഖലയിലെയും പെട്രോളിയം കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് തൊടുത്തുവിട്ട ഡ്രോണുകളെ തടഞ്ഞതായി സൗദി നേരത്തെ അവകാശപ്പെട്ടിരുന്നു. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിച്ചാണ് ആക്രമണത്തിൽ പങ്കുചേർന്നത് എന്നും സൗദി പ്രതിരോധ മന്ത്രാലയം പറഞ്ഞതാണ്. UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 51 പ്രകാരം സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം വിനിയോഗിക്കുക മാത്രമാണ് ചെയ്തത്. ഇനിയും പ്രകോപനമുണ്ടായാൽ സ്വന്തം മണ്ണും ജനങ്ങളെയും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പ്രതികരിക്കുമെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. 3 ദിവസത്തിനിടെ അമേരിക്കൻ സേനയ്ക്കും സൗദി ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ 30-ലധികം ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ നടന്നതായി സെൻകോം ആരോപിക്കുന്നു. ഈ ആക്രമണങ്ങൾ നയിക്കുന്നത് ഇറാന്റെ IRGC ആണ് എന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇറാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നിർത്തിവെച്ച് നയതന്ത്ര ചർച്ചകൾ പുനഃസ്ഥാപിച്ചിരിക്കുന്ന വേളയിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ആക്രമണം തുടർന്നാൽ അമേരിക്ക ശക്തമായി തിരിച്ചടിക്കുമെന്ന് സെൻട്രൽ കമാൻഡിന്റെ മുന്നറിയിപ്പുമുണ്ട്. ഇതിനിടയിലാണ് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ സൗദി അറേബ്യയിലെ എണ്ണ കമ്പനികൾ ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണ ശ്രമത്തെ ഗൾഫ് രാജ്യങ്ങളും മുസ്ലിം വേൾഡ് ലീഗും അപലപിച്ചത്. പ്രാദേശിക സുരക്ഷയ്ക്ക് മേലുള്ള ഗുരുതര ഭീഷണിയാണ് ആക്രമണ ശ്രമമെന്ന് GCC നിരീക്ഷിച്ചു. വഞ്ചനാപരവും ക്രിമിനൽ സ്വഭാവമുള്ളതുമായ നടപടിയെന്നാണ് മുസ്ലിം വേൾഡ് ലീഗിന്റെ പ്രതികരണം. പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ സൗദി സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഇരു സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, സിറിയ, പലസ്തീൻ എന്നീ രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് എന്നും മേഖലയുടെ സുരക്ഷയ്ക്കും ആഗോള ഊർജ്ജ വിതരണത്തിനും ഭീഷണിയാണ് എന്നും രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു.